നമസ്കാരം. ജന്മഭൂമിയിലേക്ക് സ്വാഗതം. തലസ്ഥാനത്ത് ഇന്നും വ്യാപക മഴയ്ക്ക് സാധ്യത. ഇന്നലെ ഒരൊറ്റ ദിവസം കൊണ്ട് പെയ്തിറങ്ങിയ മഴയിൽ തലസ്ഥാനം മൊത്തവും വെള്ളക്കെട്ടിലായി. ചങ്കിടിപ്പോടെയാണ് നമ്മളിപ്പോൾ മഴയെ നോക്കിക്കാണുന്നത്. തമ്പാനൂരിലും SS കോവിൽ റോഡിലും വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത്. കനത്ത മഴയെ തുടർന്ന് തിരുവനന്തപുരം നഗരത്തിന്റെ വിവിധ ഇടങ്ങളിലും വ്യാപക വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് ശേഷം ആരംഭിച്ച കനത്ത മഴയിൽ തലസ്ഥാനത്തെ പ്രധാന ഇടങ്ങളിലെല്ലാം വെള്ളത്തിലായി. കടകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് പല വ്യാപാര സ്ഥാപനങ്ങളിലും കച്ചവടം നഷ്ടത്തിലായി. അനന്തമായി നീളുന്ന റോഡ് പണിയൊക്കെ വെള്ളക്കെട്ടിന് കാരണമായി. വലിയ രീതിയിൽ ഉണ്ടായ ഒരു വെള്ളക്കെട്ട് ഇതുവരെയും മാറിയിട്ടില്ല. പക്ഷെ ഇതൊരു മുന്നറിയിപ്പ് മാത്രമാണ്. ആ ദൃശ്യങ്ങളിലേക്ക്. മലയോര മേഖലയിൽ മഴ പെയ്ത് വേനൽ മഴയിൽ ഇങ്ങനെയാണ് വെള്ളം നിറയുന്നതെങ്കിൽ മൺസൂൺ തുടങ്ങുമ്പോൾ എങ്ങനെയായിരിക്കും നമ്മുടെ തലസ്ഥാനത്തിന്റെ അവസ്ഥ എന്നതോർക്കുമ്പോൾ ഓർക്കുമ്പോൾ വളരെ ആശങ്കാജനകം ഉളവാക്കുന്നു. തിരുവനന്തപുരം നഗരത്തിൽ 1 മണിക്കൂറിൽ പെയ്തത് 52 മില്ലിമീറ്റർ മഴയാണ്. കേരളത്തിൽ മെയ് 18 മുതൽ പ്രീ മൺസൂൺ മഴ ശക്തിപ്പെടുമെന്നാണ് ലഭിക്കുന്ന വിവരം. മെയ് 18-നും 21-നും ഇടയിലുള്ള ദിവസങ്ങളിൽ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്കോ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ തീവ്ര മഴയ്ക്കോ സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ടുകളും പുറത്തു വരുന്നത്. കന്യാകുമാരി കടലിനു മുകളിലും തെക്കൻ തമിഴ്നാട് തീരത്തടക്കം ചേർന്ന സമുദ്രനിരപ്പിൽ നിന്ന് 1.5 കിലോമീറ്റർ 4.5 കിലോമീറ്റർ ഉയരത്തിലായി 2 ചക്രവാത ചുഴികൾ നിലനിൽക്കുന്നുണ്ട്. ഇവ തമിഴ്നാട്ടിലും കേരളത്തിലും തുടർന്നുള്ള ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് കാരണമാകും. കിഴക്കൻ മേഖലയിലേക്കുള്ള അനാവശ്യ യാത്രകൾ സുരക്ഷിതമല്ല. തെക്കൻ തമിഴ്നാട് തീരത്തോട് ചേർന്ന് ന്യൂനമർദ്ദത്തിന് സമാനമായ അന്തരീക്ഷ സ്ഥിതി ഉടലെടുക്കുന്നതിനാൽ അന്തരീക്ഷത്തിന്റെ മധ്യ ഉയരങ്ങളിൽ ശക്തമായ കാറ്റ് മഴയ്ക്ക് കാരണമാകും. ഇത് കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലയിലെ പൈനാവ്, കട്ടപ്പന, പീരുമേട്, കോതമംഗലം, ഈരാറ്റുപേട്ട തുടങ്ങിയ പ്രദേശങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും കാരണമാകും. മെയ് 18-ന് തന്നെ കേരളത്തിൽ പലയിടങ്ങളിലായി ശക്തമായ മഴ ലഭിക്കും. മെയ് 20-നും മെയ് 21-നും കേരളത്തിൽ മഴയുടെ ശക്തി കൂടുമെന്നും മധ്യ തെക്കൻ ജില്ലകളിലേക്ക് പുറമെ വടക്കൻ കേരളത്തിലും ഈ ദിവസങ്ങളിൽ കനത്ത മഴയും നമുക്ക് പ്രതീക്ഷിക്കാം. മലപ്പുറം ജില്ലയുടെ കിഴക്കൻ മലയോരങ്ങളിലും പാലക്കാട് ജില്ലയിലെ മലയോര മേഖലയിലും കനത്ത മഴ പെയ്തേക്കും. തീരദേശത്തും കിഴക്കൻ മലയോരത്തും ഒരേപോലെ ശക്തമായ മഴ ലഭിക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴത്തെ അന്തരീക്ഷ സ്ഥിതി പ്രവചനത്തിൽ ദൃശ്യമാകുന്നതും.